പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ ആമേൻ. വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം എഫെസോസ് അധ്യായം 6 19 വാക്യം മുതൽ 10 വാക്യം മുതൽ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise you, adore you, worship Jesus Christ. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ പ്രകാരമാണ് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിനോടൊപ്പം തന്നെ സാത്താനും ഉണ്ട് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. സാത്താനൊന്നും ഇല്ല, അതൊക്കെ വെറുതെ കെട്ടുകഥ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. ദൈവം എന്ന് പറയുന്നത് കെട്ടുകഥ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ഒരു വിഭാഗം ദൈവമുണ്ടെന്ന് പറയുകയും സാത്താൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്. പക്ഷേ ബൈബിളിലെ വചനങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അശുദ്ധാത്മാക്കളെ ഒഴിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ കർത്താവ് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു. അതുപോലെ ഈ വചനത്തിലും പ്രത്യേകമായിട്ട് പറയുന്നു, ആത്മീയ സമരം കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. വീണ്ടും പറയുന്നു 18 വാക്യം, നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അപേക്ഷകളോടും യാചനകളോടും എളിമയോടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ആസ് എ കോയിൻസിഡൻസ്, ഓക്കെ, ഇപ്പം ഇന്ന് നോർമൽ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ വെരി ഹെക്റ്റിക് ഡേ ഫോർ മീ. കാലത്ത് 5:30 എണീറ്റിട്ട് ഇപ്പോൾ രാത്രി 11:30 യാതൊരു വിശ്രമവും ഇല്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയ ക്ഷീണമൊന്നുമില്ല. അപ്പം ഇന്ന് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സിസ്റ്ററുമായി കുറേ നേരം ഫോണിൽ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. 4 മണിക്കൂർ ക്ലാസ്, അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലെ കുറച്ച് ജോലി, പിന്നെ ഈ ബൈബിൾ വായന, റെക്കോർഡിങ്, കാലത്ത് ഒരു യൂട്യൂബ് ഷോർട്ട് ഒരെണ്ണം റെക്കോർഡ് ചെയ്യും. എണീക്കുമ്പോൾ തന്നെ ഉച്ചക്കൊരെണ്ണം യൂട്യൂബ് ഷോർട്ട് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യും. മൊത്തത്തിൽ ബിസിയാണ്. അപ്പം ഇത് ഓരോ പ്രാവശ്യവും നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ
നമ്മൾ ദൈവത്തിന് ഏറ്റുപറയുകയാണ്. ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഐ ലവ് ജീസസ് ക്രൈസ്റ്റ്, ഐ പ്രേസ് യു, ഐ അഡോർ യു, വർഷിപ്പ് യു ജീസസ് ക്രൈസ്റ്റ് എന്ന കാര്യം ഇടയ്ക്കിടെ നമ്മൾ തന്നെ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു, മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ സാത്താന് നമ്മൾ ഇടം കൊടുക്കുന്നില്ല. നിരന്തരം കർത്താവിൻ്റെ പേര് ചൊല്ലി നമ്മൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. ജോലിക്കിടയിലും ഇപ്പോൾ ട്രെയിനിലൊക്കെ ഇരുന്ന് ബൈബിള് വായിക്കും. ഇപ്പം ആദ്യമൊക്കെ ഒരു ചമ്മലായിരുന്നു. നമുക്ക് മൊബൈലിൽ വായിക്കാം, അപ്പം ആരും ബൈബിളാണെന്ന് അറിയില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നി കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനായിട്ട് നിങ്ങൾക്ക് ലജ്ജ തോന്നുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എനിക്കും ലജ്ജ തോന്നും. ഞാനും പിതാവിൻ്റെ പക്കൽ നിങ്ങളുടെ കാര്യം പറയുകയില്ലെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരെയും ശല്യം ചെയ്യാതെ ഒരു ട്രെയിനിലിരുന്നോ, ഒരു ഫ്ലൈറ്റിലിരുന്നോ, ഒരു ബസ്സിലിരുന്നോ ഒക്കെ ഒരു കുട്ടി ബൈബിളെങ്കിലും, ഒരു ചെറിയൊരു ബൈബിളെങ്കിലൊക്കെ എടുത്ത് യെസ് ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് വളരെ സൈലൻ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് അത് വായിക്കുവാനും ധ്യാനിക്കാനും ഒക്കെയുള്ള ഒരു തൻ്റെ ഇടമില്ലെങ്കിൽ നമ്മൾ വെറുതെ ക്രിസ്തു അനുയായി എന്നൊക്കെ പറഞ്ഞ് നടക്കരുത്. കാരണം നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. അതൊരു വശം. അപ്പം ഇത് ചെയ്തില്ലെങ്കിൽ പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? മൊബൈലെടുത്ത് വെച്ച് ഇങ്ങനെ കുത്തി സർഫ് ചെയ്ത് എല്ലാ ചവറും നമ്മുടെ തലയിലേക്ക് കയറി നമ്മൾ തളർന്നു പോകും. പിന്നെ സിസ്റ്റർ, നിനക്ക് ക്ഷീണം ഇല്ലേ? ഇല്ല, എനിക്ക് ക്ഷീണം തോന്നുന്നില്ല. ഐ ഫീൽ വെരി എനർജറ്റിക്. അപ്പോൾ ഈ ക്ഷീണം, ഡിപ്രഷൻ, അലസത എന്നൊക്കെ പറയുന്നത് ഒരുവൻ സാത്താൻ്റെ പ്രവൃത്തിയാണ്. സാത്താൻ നമ്മൾ വന്നു കഴിയുമ്പോൾ അത് പല രൂപങ്ങളിലായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ക്ഷീണം, എപ്പോഴും ഒരു നിരാശ പിടിച്ച ഒരു രീതി, സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ, ജീവിതഭാരം ഇങ്ങനെ നമ്മളെ തളർത്തുന്ന ഒരവസ്ഥ. അതേസമയം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിരന്തരമായി പരിശുദ്ധാരൂപിയാൽ സ്നാനപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യും. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാത്താനുമുണ്ടെന്ന് വിശ്വസിക്കുക തന്നെ വേണം. ബൈബിളനുസരിച്ച്, വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തോടൊപ്പം സാത്താനും ഉണ്ട് എന്ന വസ്തുത നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അപ്പോൾ നമ്മുടെ ജീവിതഭാരം നമ്മളെ തളർത്തുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ തരുന്ന നുകം വളരെ ഭാരം കുറഞ്ഞതും ലളിതവുമാണ്. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുവിൻ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ വള്ളിയുമാണ്. എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ വളരെയധികം ഫലം പുറപ്പെടുവിക്കും. നമുക്ക് നിരന്തരം ഒരു യൂണി ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു. ഒരു തിരിഞ്ഞു നോട്ടമില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശു കർത്താവെ നന്ദി, യേശു കർത്താവെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ 10 മടങ്ങ് ഉയർത്തണമേ. അങ്ങയുടെ പരിശുദ്ധാരൂപിയാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ക്ഷീണവും എല്ലാം അലസതയും എല്ലാം മാറ്റി പരിശുദ്ധാരൂപിയാൽ നയിക്കപ്പെടുന്ന
ജ്വലിക്കപ്പെടുന്ന പ്രശോഭിക്കുന്ന ജീവിതങ്ങളായി ഞങ്ങൾ മാറട്ടെ. അങ്ങയുടെ കൃപ ഞങ്ങളിൽ ചൊരിയണമേ ആബാ പിതാവേ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, നിരന്തരം കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ശക്തിപ്പെടുത്തി സാത്താന് നമ്മളെ ഒരു വിധത്തിലും നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.